സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പല രക്ഷിതാക്കളുടെയും ആശങ്കയായിക്കൊണ്ട് ഒരു മധ്യവേനലവധിയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ് വിദ്യാലയങ്ങളും സ്കൂളുകളുമൊക്കെ. ഒരുപക്ഷെ അല്പം ശ്രദ്ധ വിട്ടുപോയാൽ വലിയ പ്രയാസങ്ങളിലേക്ക്, തിരുത്താനാവാത്ത പല ദുഃഖങ്ങളിലേക്കും മാറിപ്പോയേക്കാവുന്ന, കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി സംവിധാനിക്കാനും ശ്രദ്ധിക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ അപകടകരമായ പല അവസ്ഥയിലേക്കും മക്കളും കുടുംബങ്ങളും എത്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വേനലവധി എന്ന സമയം. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലൊക്കെ ചരിത്രം പറയുന്നത് പോലെ ഒരു ബയോളജിക്കലി ഡിസോർഡർ അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കേണ്ട ശരീരത്തിന്റെ വിശ്രമം കൊടുക്കാതെ രാത്രികൾ പകലാക്കിയും പകലുകൾ രാത്രിയെപ്പോലെയാക്കിയും ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് പല കുടുംബങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ചിലർ പകല് പണിയെടുക്കും, രാത്രി ഉറക്കമൊഴിഞ്ഞ് ആസ്വദിക്കാനിരിക്കും. മറ്റു ചിലരാവട്ടെ പകല് കിടന്നുറങ്ങും, രാത്രി റോട്ടിലേക്കിറങ്ങും, അങ്ങാടികളിലേക്കിറങ്ങും. മനുഷ്യന്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങേണ്ട സമയം ഉണർന്നിരുന്ന് ആഘോഷിച്ചും ഉണർന്നിരിക്കേണ്ട സമയം ഉറങ്ങി ആഘോഷിച്ചും പല കുടുംബത്തിലും നേരം വെളുക്കുന്നത് പോലും സൂര്യൻ ഉദിച്ച് 10 മണിക്ക് വരെ കടക്കപ്പായിൽ നിന്നും എഴുന്നേൽക്കുന്ന അവസ്ഥ പല കുടുംബത്തിലും ഇന്ന് സർവ്വസാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ശൈലീ രോഗങ്ങൾ. മുമ്പെങ്ങുമില്ലാത്ത നിലക്ക് സുക്കേടുകൾ വ്യാപിക്കുകയും മനുഷ്യന്റെ ആമാശയ ക്യാൻസറുകളും വൃക്കരോഗികളും കിഡ്നി രോഗികളും ഓരോ ദിവസം 3% ഓരോ നാട്ടിലും കൂടിക്കൊണ്ടിരിക്കുന്നു. ആ 3-ലെത്താൻ നമ്മളിൽ പലർക്കും അധിക കാലം വേണ്ട. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ആ 3% കിഡ്നി പേഷ്യൻസിൽ നമ്മളിൽ പലരുമാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ജീവിത ശൈലികൾ മാറുന്നതോടൊപ്പം സാമൂഹ്യ ബാധ്യതകളും സമൂഹത്തിന്റെ ഭദ്രതയും നഷ്ടപ്പെടാനും തുടങ്ങി. കുടുംബത്തിൽ സമാധാനമില്ല. പല ആളുകൾക്കും മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയുന്നു, പാർസൽ മതി, രാത്രി അവർക്ക് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് കിടന്നുറങ്ങണം. ഇങ്ങനെയുള്ളൊരു ജീവിത ക്രമത്തിൽ പോലും വലിയ അബദ്ധങ്ങൾ സംഭവിക്കുകയും മനുഷ്യന്റെ വരവ് നോക്കാതെ ചെലവ് ധാരാളിത്തത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അള്ള കാണിച്ചു തന്ന പ്രകൃതിയോട് ചേർന്ന് നിന്ന് ജീവിക്കേണ്ടതിന് പകരം ആ പ്രകൃതി ഒരിക്കലും അംഗീകരിക്കാത്തൊരു ജീവിത ശൈലിയാണ് ഇന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ രാത്രി നിങ്ങൾക്കുള്ള വിശ്രമ സമയമാണ്. വലിയ അധ്വാനം കഴിഞ്ഞ് പകലിന്റെ വേനലിന്റെ ചൂടിലൊക്കെ നിങ്ങളെ ശരീരമൊന്ന് ആസ്വദിക്കാൻ, നിങ്ങളുടെ ശരീരമൊന്ന് ഭംഗിയാവാൻ വേണ്ടി റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന സമാധാനത്തിന്റെ വിശ്രമവേളയാണ് നിങ്ങൾക്ക് രാത്രി. സ്വാഭാവികമായും ചിലർ ചോദിക്കും, രാത്രി പണിയെടുക്കുന്നവരുണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ടല്ലോ. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. പകല് മുഴുവനും അധ്വാനിച്ച് തിരിച്ചു വരുന്നവരിൽ പലരും 1 മണി 2 മണി വരെ റോട്ടിന്റെ വക്കില വെറുതെ ആവശ്യമില്ലാതെ സമയം ചെലവഴിക്കുന്നവർ.
ആഴ്ചയിൽ 6 ദിവസവും കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങുന്നവർ, വീട്ടിലെ ഭക്ഷണം മതിയാകാതെ വരുന്നവർ, ഭക്ഷണം വേണ്ടാത്തവർ, ഭക്ഷണം വെച്ചുകൊടുത്താലും കഴിക്കാൻ താല്പര്യമില്ലാത്ത മക്കളായി മാറുന്നവർ. അതുകൊണ്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വജഅൽനൽ ലൈല ലിബാസ, രാത്രി നിങ്ങൾക്കുള്ള വസ്ത്രമാ. എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആസ്വദിപ്പിക്കേണ്ട സമയം എങ്ങനെ? റോട്ടിലിറങ്ങിയിട്ടല്ല. ദാമ്പത്യ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ആ ഭംഗിയോടെ, കുടുംബത്തിൽ സമാധാനത്തോടെ. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വജഅൽനൻ നഹാറ മആശ, പകല് നിങ്ങൾക്ക് മഈശത്തിന്റെ സമയമായി റബ്ബ് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ലോകത്തിന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഇന്ന ലി ജസദിക അലൈക ഹഖൻ, തീർച്ചയായും നിന്റെ ശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ഒരു അവധികാലം ശാരീരികവും മാനസികവുമായ ഒരു മാറ്റത്തിന് നമ്മൾ ഓരോരുത്തരുടെ കുടുംബത്തിലും കാരണമാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പലരും പറയുന്നത് പോലെ വേനലവധി എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം ആക്കരുത്. അതിനർത്ഥം കുട്ടികളെ ഒന്നിനും വിടരുത്, മാനസിക സമ്മർദ്ദത്തിന്റെ മേലെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകണം എന്നല്ല. വെറുതെ ആ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസം നിങ്ങൾ ക്ഷണിച്ച പരിപാടിക്ക് മക്കളെ പറഞ്ഞയക്കും. പക്ഷേ വർക്കിംഗ് ഡേ അല്ലാത്ത സമയത്ത് വിളിച്ചാൽ പിന്നോൽക്ക് തിരക്ക് ഇട്ടിട്ട് സമയമില്ല. അവിടെയൊക്കെയാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മളെ സമയത്തെയും നമ്മളുടെ മക്കളുടെ സമയത്തെയും കൃത്യമായിട്ടൊരു രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനോരോ രക്ഷിതാക്കളും തമ്മിൽ ഇരിക്കണം. വേനലവധി വരുമ്പോഴേക്കും തലയിൽ കൈവച്ച് എന്താ പടച്ചോനെ ചെയ്യുക, ബാപ്പാന്റെ വീട്ടിക്ക് ഒരു ദിവസം കൂടാൻ പോട്ടെ, ഉമ്മാന്റെ വീട്ടിക്ക് പോട്ടെ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ച് കിട്ടാവുന്ന എല്ലാ സ്ഥാപനത്തിലും കൊണ്ട് ചാക്കട്ടെ, ഒരു സ്വൈര്യം മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ എന്ന രീതിയിലല്ല, മറിച്ചൊരു രക്ഷിതാവ് എന്ന ബാധ്യതയോടുകൂടി കൃത്യമായൊരു പ്ലാനിങ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇലാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗതി, സമയം അന്യായപ്പെടുത്തുക, നശിപ്പിച്ചു കളയുക എന്നുള്ളത് മരണത്തെക്കാൾ കഠിനമായ ഒരു സ്വഭാവക്കേടാണ്. നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മരണത്തെക്കാളും മോശമായ ഒരു പ്രവൃത്തിയാണ്. കാരണം ലിഅന്ന ഇലാഅത്തുൽ വഖ്തി, സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് തുഖത്തിഉക അനില്ലാഹി വദാറൽ ആഖിറ, അല്ലാഹുവായിട്ടുള്ള ബന്ധം പടച്ച മുറിച്ചു കളയുകയാണ്. നിങ്ങളെ സമയം നിങ്ങൾ അന്യായപ്പെടുത്തുമ്പോൾ, ഒരു ഗുണമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോ അനില്ല, അള്ളാഹു നിങ്ങളെ തൊട്ട് ബന്ധം മുറിച്ചു കളയും. വദാറൽ ആഖിറ, ആഖിറത്തെ കുറിച്ചുള്ള ബോധവും നിങ്ങളെ മനസ്സിലില്ലാണ്ടാകും. ശരിയല്ലേ? ഒരു സമയം കൊല്ലുന്ന ഒരു പരിപാടിയിൽ ഏർപ്പെടുമ്പോ ആർക്കും അള്ളാഹിനെ കുറിച്ച് ബോധമില്ല, ആർക്കും മരിച്ചോണെന്നുള്ള ബോധമില്ല. ആ സമയം മാക്സിമം ഉപയോഗിച്ച് സ്വയം ആസ്വദിക്കുക എന്നൊരു മനോഭാവം മാത്രം. എന്നിട്ട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, വൽ മൗതു, മരണം, യുഖത്തിഉക അനിദ് ദുനിയ വ അഹ്ലിഹ, മരണം നിങ്ങളെ ദുനിയാവിൽ നിന്നും അകറ്റുന്നേയുള്ളൂ. മരണം നിങ്ങളെ ദുനിയാവിന്റെ കുടുംബത്തിൽ നിന്നേ അകറ്റുന്നുള്ളൂ. പക്ഷെ സമയം നിങ്ങളെ അകറ്റുന്നത് അള്ളാന്റെ അരികിൽ നിന്നും ആഖിറത്തിൽ നിന്നുമാ. അതുകൊണ്ട് കൃത്യമായ ഒരു രീതി നമ്മളെ സമയത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഉറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെ. ഇന്ന് ചില മക്കൾ ആദ്യമേ പറയും, സ്കൂൾ പൊട്ടിയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കളിക്കുക. രാത്രി 1 മണിക്കും 2 മണിക്കും കിടന്നുറങ്ങുന്ന മക്കൾ എഴുന്നേൽക്കുന്നത് പലപ്പോഴും നേരം വെളുത്തിട്ട് സുബഹിന്റെ സമയം ബാത്തിലായതിനു ശേഷം. വീട്ടിൽ മക്കളെ പറഞ്ഞേക്കാൻ സമയം ഇല്ലാത്തതിന്റെ പേരിൽ, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാപ്പയുടെയും കുറച്ചും കൂടി ഉറക്കൊയ്യും. ചിലര് ടി വി കണ്ടുകൊണ്ടിരിക്കും, ചിലര് ഫോണുമ്മ കളിക്കും. അങ്ങനെ ഒരു കുടുംബത്തിൽ സമയത്തിന്റെ ഒരു കൃത്യതയില്ലാതെ എപ്പോഴോ എഴുന്നേൽക്കുന്നു, എപ്പോഴോ ഉറങ്ങുന്നു, ആർക്കോ വേണ്ടി എന്തോ തിന്നുന്നു, ചിലപ്പോ പ്രാതല് കഴിക്കാതിരിക്കുന്നു, ചിലപ്പോ ഉച്ചഭക്ഷണത്തിന് ശേഷം എഴുന്നേൽക്കുന്നു എന്ന രീതി ഒഴിവാക്കി കൃത്യമായ ഒരു സമയത്തിന്റെ നിശ്ചയം ലോകത്തിന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇശാ നമസ്കാരത്തിന്റെ മുൻപുള്ള ഉറക്കവും ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സംസാരവും അള്ളാഹു വെറുത്ത കാര്യങ്ങളാണ്. ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സംസാരം അത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനത്തെ സംസാരം? ആവശ്യമില്ലാത്ത സംസാരങ്ങൾ. അങ്ങനെ ഒരു സംസാരം കുടുംബത്തിൽ ഇല്ലാത്ത നിലക്ക് സുബഹിക്ക് എഴുന്നേൽക്കണോ, കൃത്യമായി കടന്നുറങ്ങുന്ന ഒരു ശീലം ഉണ്ടാവണം.
ആ ശീലം നമ്മളെ മക്കളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ആ സമയത്തിന്റെ കൃത്യതയുണ്ടെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം പിതാവിന്റെ മാതാവിന്റെ കൂടെ ആ കുടുംബത്തിൽ ഭംഗിയായി ഉറക്കിലേക്ക് എത്തുന്ന മക്കൾ, 4:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുന്ന വാപ്പാന്റെ വിളിക്ക് എഴുന്നേൽക്കാൻ താല്പര്യപ്പെടുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ ഉറക്കം കൃത്യമാകണമെന്ന് ലോകത്തിന്റെ നിബിത്തങ്ങളെ തന്നെ പ്രവാചക ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് അവന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ സമയത്താ. ആ സമയത്ത് എഴുന്നേൽക്കുന്ന പിശാചുക്കൾ എഴുന്നേൽക്കാനൊരുങ്ങുന്ന കുടുംബത്തിന്റെ അരികിലേക്ക് ചെല്ലും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആ സമയത്ത് മനുഷ്യൻ സ്വാഭാവികമായും എഴുന്നേൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. കാരണം റബ്ബ് ജന്മന അവന് കൊടുത്ത അവന്റെ വഹീന്റെ അതല്ലെങ്കിൽ കൊടുത്ത ഒരു കഴിവിന്റെ അടിസ്ഥാനത്തിൽ എന്റെ റബ്ബിനോട് എനിക്ക് എഴുന്നേറ്റ് ശുക്ർ ചെയ്യണം എന്ന ബോധത്തോടെ ആ സമയത്തേക്ക് എഴുന്നേൽക്കാൻ അവന്റെ മനസ്സ് പാകപ്പെടും. അതുകൊണ്ടാ ചിലർ ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കുന്നത്. ചിലർ എന്തെങ്കിലും ഒരു ചെറിയ അടയാളം കിട്ടുമ്പോഴേക്കും, ശബ്ദം ഉണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് അതുകൊണ്ടാ. പക്ഷെ ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് അലാറം നോക്കുമ്പോ, ഫോൺ നോക്കുമ്പോ ഇനിയും നേരം വെളുക്കാൻ മണിക്കൂറുകളുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം അള്ളാന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, പിശാചവന്റെ ചെവിയുടെ ഭാഗത്ത് ചെന്നിരിക്കും. എന്നിട്ടവന്റെ ചെവിയിലേക്ക് അവന് മന്ത്രിക്കും, ലൈലുൻ തൊവീലുൻ ഉർക്കുത്, നേരം വെളുക്കാൻ ഇനി എത്ര സമയമുണ്ട് എന്നറിയോ? ഇപ്പൊ 5 മണിയായിട്ടേ ഉള്ളൂ. ഒന്ന് നിസ്കരിച്ച് കിടന്നാ പിന്നെ എനിക്ക് ഉറക്കം കിട്ടൂല. നേരം വെളുക്കാൻ ഇനിയൊരു നേരം വെളുക്കണേ 6:15 1.25 മണിക്കൂർ ഇനിയും കിടക്കാൻ കിട്ടും. ഒരു 6 മണിക്ക് എഴുന്നേറ്റാ മതി എന്ന് ശൈത്താൻ പറയുന്ന രീതിയിൽ ലൈലുൻ തൊവീലുൻ ഉർക്കുത്, ലൈലുൻ തൊവീലുൻ ഉർക്കുത് എന്ന മനുഷ്യന്റെ ചെവിയിൽ പിശാച് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ആ മന്ത്രം ഏറ്റെടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഫഖദ് ഫസദ കുല്ലുഹു, ആ ദിവസം മുഴുവനും ശൈത്താൻ അവനെ കൊണ്ടുപോയിട്ടുണ്ടാകും. പിന്നെ അവന്റെ ഒരു ഇബാദത്തിലും ഭംഗി വരുത്താൻ പിശാച് അവനെ സഹായിക്കുകയില്ല. അതുകൊണ്ട് അവനവന്റെ കുടുംബത്തിൽ ഒരു കൃത്യമായ സമയരീതി ഓരോ രക്ഷിതാക്കളും പരസ്പരം അംഗീകാരത്തോടെ കുടുംബത്തിൽ നടപ്പിലാക്കണം. അതോടൊപ്പം പകലുകളെയും കൃത്യമായി ചിട്ടപ്പെടുത്താൻ സാധിക്കണം. ആരാധനകളിലുള്ള നിയന്ത്രണം, ആരാധനകളിലുള്ള കൃത്യനിഷ്ഠ. പല രക്ഷിതാക്കളും പറയാറുണ്ട്, സ്കൂൾ ഉണ്ടാകുന്നതാ നല്ലത്. കാരണം ഒന്നുമില്ലെങ്കിലും നേരം വെളുക്കുമ്പോ ഒന്ന് കുളിച്ചെന്നെങ്കിലും കിട്ടും. സ്കൂളുകൾ ഇല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം കുളിക്കാത്തവർ, ദിവസം കുളിക്കാത്തവർ, അവിടെയൊക്കെ നേരം വെളുക്കുമ്പം കുളിച്ചിട്ടില്ലെങ്കിലും ആരാധനക്ക് മുൻപ് ആ കുളി എന്ന ഇസ്ലാമിക സുന്നത്ത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിലെ ഉന്മേഷം അതിനുവേണ്ടി പാകപ്പെടുന്ന രീതിയിൽ നമസ്കാരത്തിന്റെ മുൻപ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം കുളിയും ആ ഭംഗിയിലും ജമാഅത്തിന്റെ ഗൗരവത്തോടുകൂടി പള്ളിയിലുണ്ടാവണം അല്ലെങ്കിൽ ജമാഅത്തിലുണ്ടാവണം എന്ന ഒരു രീതിയിലേക്ക് പകലുകളെ ക്രമീകരിക്കാൻ സാധിക്കണം. ഇന്ന് പകലുകൾ പലപ്പോഴും മക്കൾ ഉപയോഗിക്കുന്നത് ഫോണിന്റെ ചാനലുകളിലാണ്, അതല്ലെങ്കിൽ യൂട്യൂബുകൾക്ക് മുൻപിലാണ്. മണിക്കൂറുകളോളം ഇൻസ്റ്റഗ്രാം കണ്ടും വേണ്ടാത്ത വീഡിയോസുകൾ കണ്ടും ആരോ പടച്ചുവിടുന്ന വൃത്തികേടുകൾ കണ്ടും നമ്മളെ മക്കളുടെ ഹൃദയത്തിലേക്ക് പല അബദ്ധങ്ങളും കയറി വരുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ അത് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. ഫോൺ ഇല്ലാത്ത, യൂട്യൂബ് നോക്കാൻ പറ്റാത്തൊരു കാലമല്ല എന്ന് കരുതി മൂലയ്ക്ക് കൊടുത്താൽ പിന്നെ ഓനെ കൊണ്ടുള്ള അടങ്ങേറില്ല എന്ന് ചിന്തിക്കല്ലേ. അവന് നിർദ്ദേശങ്ങൾ കൊടുക്കണം, നല്ല കഥകൾ കാണണം. ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നല്ല ചരിത്ര കഥകളും നല്ല ഡോക്യുമെന്റുകളും അതിലുണ്ട്. ആ കഥകൾ നിങ്ങൾ കേൾക്കണം. ആ കഥയെപ്പറ്റി വാപ്പ ചോദ്യം ചോദിക്കും, ഉമ്മ ചോദ്യം ചോദിക്കും. മക്കൾക്ക് സമ്മാനം കൊടുക്കണം. ഖുർആൻ പാരായണ രീതി അവർക്ക് അറിയിച്ചു കൊടുക്കണം. വ്യത്യസ്ത കാര്യങ്ങൾ ഓതുന്ന വ്യത്യസ്ത ഭംഗിയുള്ള ഖുർആനുകൾ, ചെറിയ സൂറത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് പറയണം, ആ സൂറത്ത് ആ കാരി ഓതുന്ന രീതിയിൽ നീയൊന്ന് പാരായണം ചെയ്തോക്ക്, 2 ദിവസം കൊണ്ട് അതെനിക്ക് പറ്റിയ എനിക്ക് ഇന്ന സമ്മാനം എന്നുള്ള നിലക്ക് അവരെ ഖുർആനിലേക്കും ദീനിലേക്കും നല്ല കഥകളിലേക്കും അവരുടെ ചിന്തകളെയും സമയത്തെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അല്ലാതെ ഒരേതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു സ്വൈര്യം കിട്ടിയാൽ മതി, എന്താണെച്ചാ കാണട്ടെ എന്ന് ചിന്തിച്ചാൽ അബദ്ധങ്ങളിലേക്കാണ് പല കുടുംബത്തിലെ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം എന്ത് നേരമില്ലെങ്കിലും ഈ 2 മാസത്തിന്റെ ഇടയ്ക്ക് കുടുംബ ബന്ധത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ
മക്കളെയും കൂട്ടി ഇറങ്ങാനും സാധിക്കണം. മക്കളെയും കൂട്ടി പാർക്കുകളിലേക്കും വിനോദയാത്രകൾക്കും മാത്രമല്ല, കുടുംബക്കാരെ വീട്ടിൽ ചെല്ലാൻ, ആ കുടുംബക്കാരോട് സംസാരിക്കാൻ. ഇതൊക്കെ വാപ്പ കുടുംബത്തിലും ഇതൊക്കെ ഉമ്മ കുടുംബത്തിലും പെട്ടവരാണ് എന്ന ബോധത്തിലേക്ക് എത്തിക്കാൻ ദിവസമില്ലെങ്കിലും മാസത്തിൽ 1-2 തവണയെങ്കിലും കുടുംബ സന്ദർശനത്തിലേക്ക് നമുക്കവരെ കൈപിടിക്കാൻ സാധിക്കണം.